ഇന്ന് നമുക്ക് നല്ല നാടൻ പോർക്ക് ഫ്രൈ കഴിച്ചാലോ. അപ്പോൾ നല്ല പോർക്ക് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചതച്ച് വച്ചിരിക്കുന്ന പെരുംജീരകത്തിൻ്റെ കൂട്ടും കൂടി ചേർക്കണം. അതിനുശേഷം കുറച്ച് മീറ്റ് മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ മിക്സും എല്ലാ ഭാഗത്തും എത്തണം. ആ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം മതി, അത് ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ തുറന്ന് വെച്ചാട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള വഴറ്റിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പോർക്ക് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സവാളയിലും പച്ചമുളകിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ നമ്മുടെ ഈ പോർക്കിൻ്റെ നെയ്യ് ഇറങ്ങി നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ഈ മിക്സിങ്ങിലാണ് നമ്മുടെ ഈ പോർക്ക് ഫ്രൈഡ് ടേസ്റ്റ് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ് വരെ വഴറ്റുക. നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.